ഹായ് നമസ്കാരം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് നമ്മുടെ കാറ്ററ്റ് കാറ്റഗറി 3യുടെ സിലബസ് ആണ്. അപ്പോൾ എങ്ങനെയാണ് പരീക്ഷ വരിക, അതിൽ എത്ര മാർക്കിന്റെ ആയിരിക്കും, ഓരോ സബ്ജക്റ്റിന്റെയും മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണ്, അതിൽ ഏത് നിലവാരത്തിലുള്ള ചോദ്യങ്ങളാണ് നമുക്ക് പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കുന്നത് എന്നുള്ള എല്ലാ കാര്യങ്ങളും ഈ ഒരു വീഡിയോയിലൂടെ തന്നെ നമുക്ക് പരിചയപ്പെടാം. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് അറിയാവുന്നത് പോലെ തന്നെ നമ്മുടെ കാറ്ററ്റ് കാറ്റഗറി 3 എന്ന് പറയുന്ന സമയത്ത് നമ്മൾക്ക് അതിൽ വരുന്നത് എന്താണ്, ബി എഡ് വിത്ത് നമ്മുടെ ഡിഗ്രി അല്ലെ, അതേ സബ്ജക്റ്റിൽ തന്നെയുള്ള ഡിഗ്രിയും ബി എഡും ഉള്ളവർക്കാണ് കാറ്റഗറി 3യുടെ ആ ഒരു സബ്ജക്ട് എഴുതാനായിട്ട് സാധിക്കുക അല്ലെ. അപ്പൊ ആ ഒരു കാര്യങ്ങളും അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ സബ്ജക്റ്റിന്റെ ഏത് ലെവൽ വരെയുള്ള ചോദ്യങ്ങൾ വരാം, എങ്ങനെയാണ് അതിന്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ, കാര്യങ്ങളെല്ലാം തന്നെ ഈ ഒരു വീഡിയോയിലൂടെ നമുക്ക് പരിചയപ്പെടാം. അതിനു മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം ബെല്ലൈക്കൻ കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളുടെ മത്സര പരീക്ഷകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള അപ്ഡേഷൻസ് ഉടൻ തന്നെ ലഭിക്കുന്നതിനായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം നമ്മുടെ വാട്സപ്പ് ചാനലിലെ ലിങ്കും ഒരു ഫ്രീ ഗ്രൂപ്പിന്റെ ലിങ്കും കൂടെ താഴെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ കൂടെ ഒന്ന് ജോയിൻ ചെയ്യുക. ഓക്കെ ആണല്ലോ. അപ്പൊ ഈ വാട്സാപ്പിലൂടെ തന്നെ നിങ്ങൾക്ക് നമ്മളെ എല്ലാ നോട്ടിഫിക്കേഷൻസ് കൃത്യമായി ലഭിക്കും. അതോടൊപ്പം ഫ്രീ ക്ലാസ്സുകൾ ലഭിക്കുന്നതാണ് കേട്ടോ. ഓക്കെ, അതേപോലെ തന്നെ കാറ്ററ്റ് എന്ന് പറയുന്നത് ഇപ്പൊ വളരെ നിർണായകമായ ഒരു ഘട്ടത്തിലാണ് നിൽക്കുന്നത്. അപ്പൊ കാറ്ററ്റ് നമുക്കിനി കൂടിയേ തീരൂ. അപ്പൊ ഈ സമയപരിമിതിയോടുകൂടെ തന്നെ കാറ്ററ്റിന് വേണ്ടി നല്ല രീതിയിൽ പ്രൊഡക്റ്റീവായി പഠിച്ചുകൊണ്ട് നല്ല രീതിയിൽ നല്ലൊരു മാർക്കോട് കൂടെ തന്നെ കാറ്ററ്റ് ക്വാളിഫൈ ചെയ്തെടുക്കാൻ നിങ്ങളെ പ്രാപ്തരാക്കുന്നതിനായി ഇതാ നമ്മുടെ എയിം സ്റ്റഡി സെന്ററിൽ കാറ്ററ്റ് കാറ്റഗറി 1ന്റെയും 2ന്റെയും 3ന്റെയും 4ന്റെയും പുതിയ ബാച്ചുകൾ ആരംഭിക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയാൻ 9446537080 നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. കേരളത്തിൽ തന്നെ അധ്യാപക പരിശീലന രംഗത്ത് കേരളത്തിൽ നമ്പർ 1 റിസൾട്ടിൽ നിൽക്കുന്ന എയിം സ്റ്റഡി സെന്റർ ആണ് നിങ്ങളെ കേട്ടറ്റിനുള്ള സമഗ്രമായി തയ്യാറാക്കുന്നത്. അപ്പൊ മറക്കണ്ട, ഏറ്റവും വലിയ റിസൾട്ടിന്റെ ഭാഗമാകാൻ ഇനി നിങ്ങളും തയ്യാറായിക്കൊള്ളൂ. അപ്പൊ നമ്മുടെ ഡീറ്റെയിൽസ് ഒന്ന് നോക്കിയാലോ. ഇനി നമ്മുടെ കോർ സബ്ജക്റ്റ് ആയിട്ടുള്ള സോഷ്യൽ സയൻസിന്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷനും അതേപോലെ തന്നെ അതിൽ എന്തൊക്കെയാണ് നമുക്ക് പഠിക്കേണ്ട ടോപ്പിക്കുകൾ എന്നുള്ളത് നോക്കാം. നമ്മുടെ സോഷ്യൽ സയൻസിന്റെ എടുക്കുന്ന സമയത്ത് നമുക്ക് അതിൽ ഹിസ്റ്ററി വരുന്നുണ്ട്, ജോഗ്രഫി വരുന്നുണ്ട്, എക്കണോമിക്സ് വരുന്നുണ്ട്, പൊളിറ്റിക്കൽ സയൻസ് വരുന്നുണ്ട്. അതില് ഹിസ്റ്ററിയുടെ പാർട്ടിൽ നിന്നും നമുക്ക് ടോട്ടൽ 80 ചോദ്യങ്ങളാണ് നമ്മുടെ കോർ സബ്ജക്റ്റിൽ നിന്ന് ഉണ്ടാവാന്ന് ഞാൻ ആദ്യം പറഞ്ഞിരുന്നു അല്ലെ. അല്ലെ, ഹിസ്റ്ററിയിൽ നിന്നും നമുക്ക് ശരിക്കും 15 മാർക്കിന്റെ ചോദ്യങ്ങളാണ് വരുന്നത്. കേരള ഹിസ്റ്ററി എടുക്കുന്ന സമയത്ത് നമ്മുടെ പ്രീ ഹിസ്റ്റോറിക്കൽ പീരീഡ് മെഗലത്തിക്കൽ മോണുമെന്റ്സ് തൊട്ടിട്ട് നമ്മുടെ തിന, കുലശേഖര, സംഗമേജ്, പൊളിറ്റിക്കൽ ഹിസ്റ്ററി ഓഫ് സംഗമേജ്, അങ്ങനെ ആ ഭാഗങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് വരുന്നുണ്ട്. ദെൻ യൂറോപ്യന്മാരുടെ ആഗമനം, അതായത് അഡ്വൻസ് ഓഫ് യൂറോപ്യൻസ്, ദെൻ മൈസൂരിയൻ ഇൻവെൻഷൻസ്, റൈസ് ഓഫ് ബ്രിട്ടീഷ് പവർ ഇൻ ഇന്ത്യ, റെസിസ്റ്റൻസ് അഗെയിൻസ്റ്റ് ദി ബ്രിട്ടീഷ് റൂൾസ്. അതിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന കലാപങ്ങൾ എന്ന് പറയുമ്പോൾ അതിൽ പഴശ്ശിരാജ, വെയിലുത്തമ്പി ദളവ, കുറിച്യ കലാപം, അഗ്രേറിയൻ സ്ട്രഗിൾസ് ഇൻ മലബാർ റിവോൾട്ട്, അതിൽ മലബാറിൽ നടന്ന കർഷക കലാപങ്ങൾ അല്ലെ, അതെല്ലാം നോക്കണം. ദെൻ സോഷ്യൽ റിഫോം മൂവ്മെന്റ്സ് ആൻഡ് ലീഡേഴ്സ് നോക്കുക. ദെൻ നാഷണൽ മൂവ്മെന്റ്സ് ഇൻ കേരള, നമ്മളുടെ കേരളത്തിൽ നടന്ന ദേശീയ പ്രക്ഷോഭങ്ങൾ ഏതൊക്കെയാണ്, ഇപ്പൊ ഐക്യ കേരള പ്രക്ഷോഭം, സോൾട്ട് സത്യാഗ്രഹ പോലെയുള്ള കാര്യങ്ങൾ നോക്കുക. അതേപോലെ നമ്മുടെ കേരളത്തിന്റെ രൂപീകരണം, ദെൻ പ്രോഗ്രസ് ഇൻ എഡ്യൂക്കേഷൻ ആൻഡ് ഹെൽത്ത്, ഇത്രയാണ് നമുക്ക് നോക്കേണ്ടത്. ദെൻ അതിനുശേഷം ഇന്ത്യൻ ഹിസ്റ്ററി, അത് കേരള ഹിസ്റ്ററിയുടെ ഭാഗം. ഇനി ഇന്ത്യൻ ഹിസ്റ്ററി എടുക്കുന്ന സമയത്ത് നമ്മളുടെ ഹാരപ്പൻ കൾച്ചർ, അതേപോലെ ന്യൂ റിലീജിയൻസ്, ജനപദാസ്, മൗര്യ, ദെൻ ഡൽഹി സുൽത്താനേറ്റ്, മുഗൾ എംപയർ, റൈസ് ഓഫ് ബ്രിട്ടീഷ് റൂള്, ദെൻ റെസിസ്റ്റൻസ് അഗേൻസ്റ്റ് ബ്രിട്ടീഷ് റൂൾ, അതായത് നമ്മുടെ 1857 റിവോൾട്ട്, സ്വതന്ത്ര സമര സേനാനികള്, അവരുമായി ബന്ധപ്പെട്ടുള്ള എമർജൻസ് ഓഫ് നാഷണലിസം, ഇൻഡിപെൻഡൻസിലേക്ക് ലീഡ് ചെയ്ത ഫാക്ടേഴ്സ്, അവരുടെ INC, അവരുടെ കോൺട്രിബ്യൂഷൻസ്, ദെൻ ഇന്റഗ്രേഷൻ ഓഫ് പ്രിൻസ്ലി സ്റ്റേറ്റ്സ്, സർദാർ വല്ലഭായ് പട്ടേൽ, അതൊക്കെ എന്ത് ചെയ്യുക, നിർബന്ധമായി നോക്കി വെക്കേണ്ട മേഖലകളാണ്. ദെൻ നമുക്ക് വരുന്ന വേൾഡ് ഹിസ്റ്ററിയിൽ നിന്നും നമുക്കിപ്പോ 15 മാർക്ക് എന്ന് പറഞ്ഞു, 5 5 5 എന്ന ഡിസ്ട്രിബ്യൂഷൻ. സോ അതിൽ വേൾഡ് ഹിസ്റ്ററിയിലെ പ്രീ ഹിസ്റ്ററിയിൽ നിന്നും ഏൻഷ്യൻ സിവിലൈസേഷൻസ് നമ്മൾ ഹാരപ്പ നോക്കി, അതേപോലെ തന്നെ ഈജിപ്ത്, മെസപ്പൊട്ടാമിയൻ, ചൈന, ഗ്രീക്ക്, റോമൻ സംസ്കാരങ്ങളെല്ലാം ചോദിക്കുന്നുണ്ട്. റിലീജിയൻസിൽ ജൂഡസം, ക്രിസ്ത്യാനിറ്റി, ഇസ്ലാം, കൺഫ്യൂഷനിസം, താവോയിസം, സ്വരാഷ്ട്രിയൻ, ഫ്യൂഡലിസം എല്ലാം വരുന്നുണ്ട്. റിനാൻസൻസ് പീരീഡുകൾ, അതേപോലെ തന്നെ ജോഗ്രഫിക്കൽ ഡിസ്കവറീസ് ഇതുമായി ബന്ധപ്പെട്ട്, അതേപോലെ തന്നെ നമ്മുടെ വേൾഡ് ഹിസ്റ്ററിയുടെ ഭാഗമായി വരുന്ന ഗ്ലോറിയസ് റെവല്യൂഷൻ, അമേരിക്കൻ, ചൈനീസ് റെവല്യൂഷൻ, ഇൻഡിപെൻഡൻസ് ഫസ്റ്റ് വേൾഡ് വാർ, സെക്കൻഡ് വേൾഡ് വാർ, ദെൻ എന്താണ് അത് ഇമ്പീരിയലിസം, വിയറ്റ്നാം, ലിബറേഷൻ ഓഫ് വിയറ്റ്നാം, സൗത്ത് ആഫ്രിക്ക, ഡിസിന്റഗ്രേഷൻ ഓഫ് സോവിയറ്റ് യൂണിയൻ, നമ്മുടെ കോൾഡ് വാറിന്റെ പീരീഡ്, WHO അല്ലെങ്കിൽ WTO ഒക്കെ വന്ന സംഭവങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് നോക്കി വെച്ചിരിക്കുക. അതേപോലെ തന്നെ UNO നോക്കി വെച്ചിരിക്കുക.
ദെൻ ജോഗ്രഫിയുടെ സെക്ഷൻ എടുക്കുന്ന സമയത്ത് നമുക്ക് അറ്റ്മോസ്ഫിയർ, അപ്പൊ അന്തരീക്ഷം, അന്തരീക്ഷത്തിന്റെ പാളികള്, ഡിഫറെന്റ് ടെമ്പറേച്ചർ സോൺസ്, ഗ്ലോബൽ വാർമിംഗ്, ക്ലൈമറ്റ് ചേഞ്ച്, ഓസോൺ, ഓസോൺ ഡിപ്ലീഷൻ, മോൺട്രിയൽ പ്രോട്ടോകോൾ, അതൊക്കെ നോക്കി വെക്കണം. ലിത്തോസ്ഫിയറിന്റെ റീജിയൻ എന്ന് പറയുമ്പോൾ എർത്തിന്റെ സ്ട്രക്ചേഴ്സ് അല്ലെങ്കിൽ ലെയേഴ്സ് ഓഫ് ദി എർത്ത്, പ്ലേറ്റ് ടെക്നോട്ടിക്സ്, പ്ലേറ്റ് മൂവ്മെന്റ്സ്, എർത്ത്ക്വേക്ക്, വോൾക്കാനോ, വെതറിങ്, അതേപോലെ ലാൻഡ് ഫോംസ് അല്ലെ, ഏതൊക്കെയാണ് ലാൻഡ് ഫോമുകൾ രൂപീകരിക്കുന്നത്, ചേഞ്ചസ് ഇൻ ദ ലിത്തോസ്ഫിയർ. അടുത്ത ഹൈഡ്രോസ്ഫിയർ വരുന്ന സമയത്ത് നമുക്ക് ഏതാണ്, ഓഷ്യൻസ്, ഓഷ്യൻ കറന്റ്സ് ഏതൊക്കെയാണ്, ഇന്റർവെൻഷൻ ഓഫ് മെൻ. ദെൻ മോഡേൺ ടെക്നിക്സ് ഇൻ ജോഗ്രഫി എന്ന് പറയുമ്പോൾ നമ്മുടെ റിമോട്ട് സെൻസിങ്, മാപ്പ്, റിമോട്ട് സെൻസിങ് നിർബന്ധമായും ചോദിക്കും. ദെൻ കോണ്ടിനെന്റ്സ് ഓഫ് ദ വേൾഡ് എന്ന് പറയുമ്പോൾ ഫിസിയോഗ്രഫി, ക്ലൈമറ്റ്, വെജിറ്റേഷൻ എന്നുള്ള മേഖലകളാണ്. ദെൻ ഇന്ത്യയിലെ ഫിസിക്കൽ ആസ്പെക്ട്സ്, അതിന്റെ ലൊക്കേഷൻ, ഫിസിയോഗ്രഫി, ക്ലൈമറ്റ്, ഡ്രൈനേജ് പോലുള്ള കാര്യങ്ങൾ. എക്കണോമിക് ആസ്പെക്ട്, ഹ്യൂമൻ ആസ്പെക്ട്സ്, മൈഗ്രേഷൻ, പോപ്പുലേഷൻ ഡിസ്ട്രിബ്യൂഷൻ, ഡെൻസിറ്റി പോലുള്ള കാര്യങ്ങൾ നോക്കി വെച്ചിരിക്കുക. നമ്മൾ മാപ്പ് സ്റ്റഡി, റിമോട്ട് സെൻസിങ് ഒന്നിച്ച് തന്നെ ഞാൻ പറഞ്ഞിരുന്നു. ദെൻ നമുക്ക് എക്കണോമിക്കൽ റീജിയനിൽ വരുമ്പോൾ നമ്മൾ 5 ഇയർ പ്ലാൻ, എക്കണോമിക്കൽ പ്ലാനിങ്ങും ഗ്രോത്ത് ഓഫ് ഇന്ത്യ വരുന്നുണ്ട്. ദെൻ സെക്ടേഴ്സ് ഓഫ് ദി എക്കണോമി, ഇഷ്യൂസും ചാലഞ്ചസും, എക്കണോമിക് സിസ്റ്റവും സ്റ്റേറ്റ് ഫിനാൻസ് സിസ്റ്റവും, മണി ആൻഡ് ഫിനാൻഷ്യൽ സിസ്റ്റംസ്, ഗ്ലോബലൈസേഷൻ, ഇത്രയാണ് വരുന്നത്. ഓക്കെ. ദെൻ നമ്മുടെ പൊളിറ്റിക്കൽ സയൻസിന്റെ ഭാഗം എടുക്കുമ്പോൾ അവിടെ നിന്നും 10 മാർക്കിന്റെ ചോദ്യങ്ങൾ നമുക്ക് വരുന്നുണ്ട്. അതിൽ ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് ഡെമോക്രസി, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, ഗവൺമെന്റ് ആൻഡ് പോളിസീസ്, അതിൽ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ എന്നേ തന്നിട്ടുള്ളൂ. പക്ഷെ അതിൽ നിന്നും ഡെപ്തിൽ ചോദ്യങ്ങൾ വരാം. നമ്മുടെ പ്രിയമ്പിളും ഫണ്ടമെന്റൽ റൈറ്റ്സും ഫണ്ടമെന്റൽ ഡ്യൂട്ടീസും ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിയും ഒക്കെ നോക്കി വെച്ചിരിക്കണം. ദെൻ ഗവൺമെന്റ്, യൂണിയൻ ആൻഡ് സ്റ്റേറ്റ് എന്നുള്ളത്, അതിൽ ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി സിസ്റ്റംസിനെ കുറിച്ച് ബേസിക് ആയിട്ടുള്ളത്. അതേപോലെ തന്നെ ഇപ്പോ നമ്മുടെ സുപ്രീം കോടതി ജഡ്ജ് ആര്, അതേപോലെ അത് എത്രാമത്തെ വ്യക്തിയാണ്, അവരുടെ സ്പെഷ്യൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത്, അതേപോലെ ഇവരെ നിയമിക്കുന്നത് ആര്, പിരിച്ചുവിടുന്നത് ആര്, കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി വെച്ചിരിക്കുക. പഞ്ചായത്ത് രാജ് സിസ്റ്റം അഥവാ നമ്മുടെ ലോക്കൽ സെൽഫ് ഗവൺമെന്റ്, നഗരപാലിക സിസ്റ്റം, അതൊക്കെ നോക്കി വെക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ്. ദെൻ ഡിഫറെന്റ് പൊളിറ്റിക്കൽ പാർട്ടീസ്, ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ, ഓക്കെ, ഇലക്ഷൻ കമ്മീഷൻ, പൊളിറ്റിക്കൽ പാർട്ടീസ് നോക്കേണ്ടതാണ്. ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ, അതേപോലെ തന്നെ UDHR, നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ, സ്റ്റേറ്റ് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ, ഇവരുടെയൊക്കെ ചെയർമാനുകളെ കൂടെ ഒന്ന് നോക്കി വെച്ചിരിക്കുക. ദെൻ എന്താണ്, ഇന്റർനാഷണൽ ഓർഗനൈസേഷൻസ് ലൈക്ക് UNO, വേൾഡ് ബാങ്ക്, UN എൻവയോൺമെന്റൽ സമ്മിറ്റ്സ്, കോൺഫറൻസുകൾ, WTO, WHO, UNESCO, IMF പോലെയുള്ളത്, നാം, സാർക്ക്, ആസിയാൻ കരാറുകൾ നിർബന്ധമായും നോക്കി വെച്ചിരിക്കണം. ഇത്രയും പോർഷൻസ് ആണ് നമ്മുടെ കോർ ഭാഗത്ത് നിന്ന് വരുന്നത്. ഇനി നമ്മുടെ പെഡഗോജി സെക്ഷനിൽ നിന്നുള്ള 30 മാർക്കിന്റെ ചോദ്യങ്ങൾ വരാനുള്ളത്. നമുക്ക് ഇതിന്റെ നേച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് ഇമ്പോർട്ടൻസ്, ഇതിന്റെ കോറിലേഷൻ ഓഫ് ദ സബ്ജക്ട്, ദെൻ നാഷണൽ ഗോൾസ്, ഇതിന്റെ എല്ലാം എയിംസ് നമ്മൾ നോക്കുക. അതേപോലെ തന്നെ മോഡൽസ് ഓഫ് ടീച്ചിങ്, കരിക്കുലം, മോഡേൺ ട്രെൻഡ്സ് എന്തൊക്കെയാണ്, പ്രിൻസിപ്പിൾസ് ആൻഡ് ഓർഗനൈസേഷണൽ അപ്രോച്ചസ് എന്തൊക്കെയാണ്, ലേണിംഗ് റിസോഴ്സസ് ആൻഡ് കോ കരിക്കുലർ ആക്ടിവിറ്റീസ് ഇൻ ലേണിംഗ്, ലേണർ നീഡ്സ് ആൻഡ് ടൈപ്സ് ഓഫ് ലേണിംഗ്, അതേപോലെ ബേസിക് റിക്വയർമെന്റ്സ്, ടൈപ്സ് ഓഫ് ടെസ്റ്റ്, സ്റ്റുഡൻസിന്റെ സ്കില്ല്, മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് ഓഫ് ദി സോഷ്യൽ ടീച്ചർ, ക്വാളിറ്റീസും ക്വാളിഫിക്കേഷൻസും പ്രൊഫഷണലിസം. അത് കൂടാതെ തന്നെ നമ്മൾ മാപ്പ്, ഗ്ലോബ് പോലെയുള്ളതിന്റെ ഡെഫിനിഷൻസ് എടുത്ത് ചോദിക്കാറുണ്ട്. ഓക്കെ, ഇപ്പൊ 2D 3D പോലെയുള്ള ഡെഫിനിഷൻസ്, പിന്നെ എന്താണ് നമ്മുടെ ഏത് മാപ്പാണ് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ഏത് ടെക്നിക്കാണ് യൂസ് ചെയ്യുക എന്ന രീതിയിൽ, അല്ലെങ്കിൽ പിന്നെ ഏതാണ് പറയുന്നത്, നമുക്കിപ്പോ ഒരു ടൈം ലൈൻ ആണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ ഏത് മാപ്പ് ആയിരിക്കും, ഫ്ലോ ചാർട്ട് ഉപയോഗിക്കുന്ന സാഹചര്യം ഏതൊക്കെയാണ്, ഫീൽഡ് ട്രിപ്പ് കൊണ്ട് പഠിക്കാൻ കഴിയുന്ന ടോപ്പിക് ചുവടെ തന്നിരിക്കുന്നതിൽ ഏതാണ് എന്ന രീതിയിലുള്ള ചോദ്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാറുണ്ട്, നമ്മുടെ സോഷ്യൽ സയൻസിന്റെ ഭാഗത്ത് നിന്നും പ്രതീക്ഷിക്കാവുന്നതാണ്. ഓക്കെ ആണല്ലോ. അപ്പൊ ഈ ഇത്രയും സെക്ഷനുകളാണ് നമ്മൾ സോഷ്യൽ സയൻസിന് വേണ്ടിയിട്ട് ഫോക്കസ് ചെയ്യേണ്ട മേഖലകൾ എന്ന് പറയുന്നത്. അപ്പൊ സിലബസിനെ കുറിച്ചുള്ള ഏകദേശം ഒരു ധാരണ കിട്ടി, അപ്പൊ തന്നെ ഒരു കോൺഫിഡൻസ് നിങ്ങൾക്ക് വന്നിട്ടുണ്ടാവും അല്ലെ. അപ്പൊ ഈ പറയുന്ന ഫോക്കസ് ഏരിയകൾ തന്നെ കൃത്യമായ ഒരു ഗൈഡൻസോട് കൂടിയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ക്രാക്ക് ചെയ്യാൻ സാധിക്കുന്നത് തന്നെയാണ്. അപ്പൊ ആ ഒരു കൃത്യമായ ഗൈഡൻസോട് കൂടെ തന്നെ ഈ വരുന്ന ചാൻസിൽ തന്നെ കാഡറ്റ് ക്വാളിഫൈ ചെയ്തെടുക്കാനായിട്ട് നിങ്ങളെ പ്രാപ്തരാക്കാനായി ഇതാ എയിം സ്റ്റഡി സെന്ററിൽ കാഡറ്റ് കാറ്റഗറി 1, 2, 3, 4 എന്നിവയുടെ പുതിയ ബാച്ചുകൾ ആരംഭിക്കുന്നുണ്ട്. കേരളത്തിലെ ഏറ്റവും കുറഞ്ഞ ഫീസിൽ നിങ്ങൾക്ക് ഇപ്പോൾ ജോയിൻ ചെയ്യാം. ഏറ്റവും ക്വാളിറ്റി ആയുള്ള ക്ലാസ്സുകൾ, അത്രയും അടിപൊളി അധ്യാപകരോടൊപ്പം അത് മെന്റർഷിപ്പോട് കൂടെ തന്നെ നിങ്ങൾക്ക് തയ്യാറെടുക്കാം. നമ്മുടെ കാഡറ്റിന്റെ പുതിയ കോഴ്സിനെ കുറിച്ച് അറിയുന്നത്
ലഭിക്കുന്നതിനായും കോഴ്സിലേക്ക് ജോയിൻ ചെയ്യുന്നതിനായും 9446537080 എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോസ് ലഭിക്കുന്നതിനായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക. നമ്മുടെ നോട്ടിഫിക്കേഷൻസ് ആൻഡ് ഇൻഫർമേഷൻസ് എല്ലാം തന്നെ വാട്സാപ്പിലൂടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായിട്ട് എയിം സ്റ്റഡി സെന്ററിന്റെ വാട്സ്ആപ്പ് ചാനൽ കൂടെ ഒന്ന് ഫോളോ ചെയ്യുക. ഓക്കെ ആണല്ലോ? അപ്പൊ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്